ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ്. അപ്പോൾ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാതൃക നമുക്കതിൻ്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും. രാജ്യത്തുനിന്ന് ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോറാണ്. ഒരു രാവും പകലും കൊണ്ടല്ല അവർ ആ സ്ഥാനത്ത് എത്തിയത്. ദീർഘനാളുകൾ നീണ്ട കഷ്ടപ്പാടാണ് ഇൻഡോറിനെ ആ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. എന്താണ് ഇൻഡോർ മോഡൽ മാലിന്യ സംസ്കരണമെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ ദിവസവും രാവിലെ വീട്ടുപടിവാതിക്കൽ വന്ന് നിൽക്കുന്ന മാലിന്യ ശേഖരണ വണ്ടികൾ, അതിൽ കൃത്യമായി മാലിന്യം നിക്ഷേപിക്കുന്ന ജനങ്ങൾ. രാജ്യത്തെ ഏറ്റവും വൃത്തിയേറിയ നഗരമായ ഇൻഡോറിലെ നിത്യേനയുള്ള കാഴ്ച ഇതാണ്. വെളിയുടെ വിസർജനം ഉൾപ്പെടെ എല്ലാത്തരം മാലിന്യങ്ങളും നഗരത്തിൽ എവിടെയുമില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ ജാഗരൂകരാണ് ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ. ജനങ്ങളാകട്ടെ ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുന്നു. നഗരത്തിലെ പ്രധാന നിരത്തുകളിലെല്ലാം ചവിറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വെവ്വേറെ കുട്ടകളുമുണ്ട്. ജനങ്ങൾ മാലിന്യം ഇതിൽ മാത്രം കൃത്യമായി നിക്ഷേപിക്കുന്നു. ദിവസത്തിൽ 3 നേരം മാലിന്യങ്ങൾ നഗരസഭ നീക്കം ചെയ്യും. നടപ്പാതകളും റോഡുകളും അടിച്ചു വൃത്തിയാക്കും. ഒപ്പം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും കൃത്യമായി ശേഖരിക്കും. രാജ്യത്തെ ആദ്യത്തെ 7 സ്റ്റാർ മാലിന്യമുക്ത നഗരമാണ് ഇൻഡോർ. പൊതുവിടങ്ങളിലെ വിസർജനം പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു നേട്ടം. നഗരത്തിലും പ്രാന്തപ്രദേശത്തും ശൗചാലയങ്ങൾ സ്ഥാപിച്ചാണ് നഗരസഭ ഇക്കാര്യം നടപ്പാക്കിയത്. ദേവ് ഗാർഡിയനിലെ 150 ഏക്കർ വിസ്തൃതിയുള്ള ട്രഞ്ചിങ് ഗ്രൗണ്ടിലാണ് നഗരത്തിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. മാലിന്യ നീക്കത്തിനായി 1000-ഏറെ വാഹനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. വൃത്തിയുടെ കാര്യത്തിൽ 2016-ൽ 25-ാം സ്ഥാനത്തായിരുന്ന ഇൻഡോർ തൊട്ടടുത്ത വർഷം 1-ാം സ്ഥാനത്തെത്തി. പിന്നീടുള്ള തുടർച്ചയായ വർഷങ്ങളിൽ അവർ ആ സ്ഥാനം നിലനിർത്തി. എന്തുകൊണ്ട് നമുക്കും ആ സ്ഥാനത്ത് എത്തിക്കൂടാ? ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.